Tella, we simplify learning. For +1, +2, NEET and JEE. Download the app now. Hi all. എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു അല്ലേ? കുറച്ച് ക്രൈറ്റീരിയാസ്, ഏകദേശം ഒരു 6 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതിൽ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി 3 ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടീച്ചറെ. അപ്പോൾ ഇനി ആദ്യത്തെ 3 ക്രൈറ്റീരിയാസ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ലെവൽ ഓഫ് ഓർഗനൈസേഷനും സിമ്മട്രിയും അതേപോലെ തന്നെ ജെർമിനൽ ലെയേഴ്സും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ഒരു ക്രൈറ്റീരിയ ആണ് ടീച്ചറെ സീലോം എന്ന് പറയുന്നത്. സീലോം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ബോഡി ക്യാവിറ്റി ആണ് സർ. ബോഡിക്കകത്തൊരു ക്യാവിറ്റി, അതാണ് സീലോം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ക്യാവിറ്റി. അപ്പോൾ ആദ്യം ടീച്ചർ പറഞ്ഞു ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസിൽ 3 ലെയറുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും. അപ്പോൾ മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്ത് എക്ടോഡേമും കാണും, അകത്ത് എൻഡോഡേമും കാണും അല്ലേ? അപ്പോൾ ഈ എക്ടോഡേമിന്റെ എൻഡോഡേമിന്റെ ഇടയിൽ മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ക്യാവിറ്റി ഉണ്ട്. അതല്ലേ കൃത്യമായിട്ട് പറഞ്ഞത്? അതിനെയാണ് നമ്മൾ സീലോം എന്ന് പറയാം. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ക്യാവിറ്റി സീൻ ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ബോഡി വാളും ഗട്ട് വാളും. ഇപ്പൊ എക്ടോഡേം എൻഡോഡേം എന്ന് പറയുന്നതിന് പകരം എക്ടോഡേമിൽ നിന്നുണ്ടായി വരുന്ന ബോഡി വാളും എൻഡോഡേമിൽ നിന്നുണ്ടായി വരുന്ന ഗട്ട് വാളും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിനിടയിലായിട്ട് ഉറപ്പായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പൊ അതായത് വേറെ എക്സാമ്പിൾ നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പെൻ ഉണ്ടെന്ന് വിചാരിക്കാം. പേന. അപ്പൊ ഒരു പേന ഉണ്ടെങ്കിൽ ആ പേനയ്ക്കകത്ത് നമുക്കറിയാം പേനയുടെ ഒരു കൂടുണ്ടല്ലോ, അതിന് പുറമെ അതിനകത്ത് എന്തുണ്ട്? അപ്പൊ റീഫില്ലറിനെ നിങ്ങൾ എന്തായിട്ട് സങ്കല്പിക്കുക? ഗട്ടായിട്ട്. അതെ, അതാണ് നമ്മുടെ അലിമെന്ററി കനാൽ എന്ന് സങ്കല്പിക്കുക, നമ്മുടെ ഗട്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ആ റീഫില്ലറിന്റെ ബോഡി ഉണ്ടല്ലോ, റീഫില്ലറിന്റെ ബോഡി. അപ്പൊ അതിനെ നമുക്ക് ഗട്ട് വാൾ ഗട്ട് വാൾ എന്ന് പറയാം. അതേപോലെ പേനയുടെ ബോഡിയെ ബോഡി വാൾ എന്നും പറയാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് റെപ്രസെന്റ് ചെയ്ത ഇത് പേനയുടെ ബോഡിയാണ്, ഇതിന്റെ അകത്ത് ഒരു റീഫില്ലർ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് റീഫില്ലറിന്റെ വാളാണ്. ഓക്കെ, അതായത് ഗട്ട് വാളും ബോഡി വാളും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട് ടീച്ചർ, ഉറപ്പായിട്ടും ഇടുന്ന ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പൊ ഈ ക്യാവിറ്റിയാണ് അപ്പൊ സീലോം അല്ലെ? അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ലൈനിങ് കൂടെ ചെയ്തിട്ടുണ്ട്? മീസോഡേം കൊണ്ട് ലൈനിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ബോഡി വാളാണ്. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ റീഫില്ലർ എന്ന് പറഞ്ഞ് നമ്മൾ വരച്ച എന്താണ്? ഗട്ടിന്റെ വാളാണ്. അപ്പോൾ ഗട്ടിന്റെ വാളിന്റെയും ബോഡി വാളിന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാം? ഒരു ക്യാവിറ്റി കാണാം. ഈ ക്യാവിറ്റിയെ പറയുന്ന പേരാണ് എന്ത്? സീലോം എന്ന് പറയുന്നത്. സീലോം എന്തുകൊണ്ട് ലൈനിങ് കൂടെ ചെയ്തിട്ടുണ്ട്? മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ടീച്ചർ അങ്ങനെ ഡെഫിനിഷൻ ഞാൻ ഇങ്ങനെ ഒന്ന് മാറ്റി പറയട്ടായോ? സീലോം ഈസ് ദ ബോഡി ക്യാവിറ്റി സീൻ ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. ഓക്കെ, കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അങ്ങനെയാണ്. നമ്മളിത് മാക്സിമം എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തുകൂടെ പറഞ്ഞു. അതെ. ഓക്കെ, ഇറ്റ് ഈസ് ദ ബോഡി ക്യാവിറ്റി, ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മീസോഡേം and it can be seen in between the ectoderm and endoderm, അല്ലെങ്കിൽ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ സീലോമിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആനിമൽസിനെ പ്രധാനമായിട്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം സർ. ഓക്കെ, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സീലോം ഉണ്ടോ ഇല്ലയോ എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് എസീലോമേറ്റ്, രണ്ടാമത്തേത് സ്യൂഡോസീലോമേറ്റ്, മൂന്നാമത്തേത് സീലോമേറ്റ്. അപ്പോൾ എനിക്ക് പേര് കേട്ടിട്ട് എസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു സീലോം ഇല്ല. ചേർത്ത് പറഞ്ഞതുകൊണ്ട് സിമെട്രി ഇല്ലാത്തവരെ ഞാൻ എസിമെട്രിക്കൽ എന്ന് പറഞ്ഞതുകൊണ്ട് സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി സീലോം ഉള്ളവരുമാണ്. എസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സീലോം ഇല്ലാത്തവരും. സ്യൂഡോ എന്ന് പറഞ്ഞ ടീച്ചറെ അമീബയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞൊരു സാധനം. ഫാൾസ് ഫീറ്റിൽ നിന്നാണ് നമ്മൾ സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ സീലോം അല്ല, പക്ഷെ സീലോമിനെ പോലെ തോന്നിക്കുന്ന മറ്റാരും. വെരി ഗുഡ്. അപ്പൊ സാർ പറഞ്ഞ ആക്ച്വലി ഈ പറഞ്ഞ എല്ലാം ശരിയാ. അപ്പൊ ഇത് ഓരോ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ? ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫിഗറിൽ നോക്കുമ്പോൾ എസീലോമേറ്റ് കാണുന്നുണ്ട്, സീലോമേറ്റ് കാണുന്നുണ്ട്, സ്യൂഡോ സീലോമേറ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എസീലോമേറ്റ് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ ടീച്ചറെ. അപ്പൊ എസീലോമേറ്റിൽ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് എനിക്ക് മനസ്സിലായി. എക്ടോഡേമും ഉണ്ട്,
മീസോഡേമും ഉണ്ട്, എൻഡോഡേമും ഉണ്ട്. അപ്പൊ തന്നെ ഇത് ഓർഗാനിസം ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലായി. എന്നാൽ ഞാൻ ഇവിടെ എവിടെ നോക്കിയിട്ടും എനിക്കൊരു ബോഡി ക്യാവിറ്റി കാണാൻ പറ്റുന്നില്ല. കാരണം ബോഡി ക്യാവിറ്റി അല്ലേ സീലോമിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് ലൈൻഡ് ബൈ മീസോഡേം. പക്ഷെ മീസോഡേം കാണുന്നുണ്ട് ഞാൻ. പക്ഷെ മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ക്യാവിറ്റി ഒന്നും കാണുന്നില്ല. ആകെ ഇവിടെ ഗട്ടിനകത്തുള്ള ഒരു ക്യാവിറ്റി അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അപ്പൊ അവിടെ എന്തില്ല? സീലോം ഇല്ല. അപ്പൊ സീലോം ഇല്ലാത്ത സീലോം ഇല്ലെങ്കിൽ എസീലോമേറ്റ് എന്ന് പറയും. അപ്പൊ ഇതാണ് എസീലോമേറ്റ്. ഓക്കെ, ഇനി ഞാൻ ടീച്ചറെ ഇത് നോക്കുമ്പോ ഇവിടെ എക്ടോഡേം കാണുന്നുണ്ട്, എൻഡോഡേമും കാണുന്നുണ്ട്, മീസോഡേം കണ്ട് രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുക. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പൊ ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഇത് സീലോമാണ്. ഇത് സീലോമേറ്റ് ആണ്. സീലോമേറ്റ് ആണ്. അപ്പൊ ഇത് എസീലോമേറ്റ് ആണ്. കാരണം ഇവിടെ ബോഡി ക്യാവിറ്റി ഒന്നും കാണുന്നില്ല. നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക്കിന് കണ്ട അതേ ഡയഗ്രാം കാണുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ബോഡി ക്യാവിറ്റി ഒന്നുമില്ല. ഇവിടെ ബോഡി ക്യാവിറ്റി ഉണ്ട് അല്ലെ, ലൈൻഡ് ബൈ മീസോഡേമും ആണ്. അതുകൊണ്ട് ഇതെന്താണ്? സീലോമേറ്റ്. ടീച്ചറെ ഇപ്പൊ സ്യൂഡോ സീലോമേറ്റ് എന്ന് പരിശോധിച്ച് നോക്കാം. സ്യൂഡോ സീലോമേറ്റ് നോക്കിയപ്പം എക്ടോഡേമും ഉണ്ട്, എൻഡോഡേമും ഉണ്ട്. പക്ഷേ ഇവിടെ ബോഡി ക്യാവിറ്റി അല്ല ടീച്ചറെ കാണുന്നത്. പകരം ഈ ഒരു മീസോഡേം ഇങ്ങനെ ഒരു പൗച്ച് പോലെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണുന്നു. മീസോഡേം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണുന്നു. അപ്പൊ കണ്ടാൽ സീലോം ഉണ്ടെന്ന് തോന്നും, പക്ഷെ ശരിക്കും അവിടെ സീലോം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്യൂഡോ സീലോമേറ്റ്, സീലോമ് പോലെ തോന്നിപ്പിക്കുന്ന മീസോഡെർമൽ പൗച്ചസ് ആണുള്ളതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്യൂഡോ സീലോമേറ്റ് അനിമൽസ്. അപ്പൊ സാർ നമുക്ക് സീലോമേറ്റിന് ഇങ്ങനെ പറയാലോ, ട്രൂ സീലോം ഉള്ളവർ, വ്യക്തമായ സീലോം ഉള്ളവരാണ് അല്ലേ. ഏതാണ്ട് മീസോഡേം കൊണ്ട് ലൈൻ ചെയ്ത വളരെ വ്യക്തമായ സീലോം ഉള്ളവരെയാണ് നമ്മൾ സീലോമേറ്റ് അനിമൽസ് എന്ന് പറയാം. എന്നാൽ സ്യൂഡോ സീലോമേറ്റ്സിനെ എനിക്ക് പറയാലോ ഫാൾസ് സീലോം. കാര്യം സീലോം പോലെ തോന്നും, പക്ഷെ എന്തില്ല ശരിക്കും സീലോം ഇല്ലാത്ത അനിമൽസ് ആണ് എന്തെന്ന് പറയുന്നത് സ്യൂഡോ സീലോമേറ്റ്. സീലോമേറ്റ് എന്ന് പറയുമ്പോൾ നോ സീലോം, സീലോമേ അവിടെ കാണാൻ പറ്റത്തില്ല. ടീച്ചറെ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സീലോം എന്ന് പറയുന്നത് അപ്പോ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിന്റെ മാത്രം പ്രത്യേകതയായിരിക്കത്തില്ല? കാര്യം എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും ഉള്ളത് അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസിന് മാത്രമേ എന്തുള്ളൂ? സീലോം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡെഫിനിഷൻ ബേസിസിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിൽ ആദ്യത്തേതാണ് എസീലോമേറ്റ് എന്ന് പറയാം. എസീലോമേറ്റ് ഓൾറെഡി ഇപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. എസീലോമേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ആനിമൽസ് ഇൻ വിച്ച് ദ ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെന്റ്. അവർക്ക് എന്ത് സീലോം ഇല്ലാത്ത ബോഡി ക്യാവിറ്റി ആബ്സെന്റ് ആയിട്ടുള്ള ജീവികളെ അല്ലെങ്കിൽ അനിമൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എസീലോമേറ്റ് അനിമൽസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയുന്നത് ഇൻ സം ആനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡേം. ഇൻസ്റ്റെഡ് ദ മീസോഡേം ഈസ് പ്രസന്റ് ആസ് സ്കാറ്റേർഡ് പൗച്ചസ് ഇൻ ബിറ്റ്വീൻ ദ എക്ടോഡേം ആൻഡ് എൻഡോഡേം. അതായത് ഇവിടെ ബോഡി ക്യാവിറ്റി മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടില്ല. പകരം നമുക്ക് അതിന്റെ ഉള്ളിൽ എന്ത് കാണാം? ബോഡി ക്യാവിറ്റി എന്ന് പറയുന്ന റീജിയനിൽ പകരം കാണാൻ പറ്റുന്ന ആരാണ്? മീസോഡെർമൽ പൗച്ചസ്, സ്കാറ്റേർഡ് ആയിട്ടുള്ള മീസോഡെർമൽ പൗച്ചസ് ആണ്. സർ ഇവിടെ നോക്കി ഈ ഒരു ക്യാവിറ്റി ഇല്ലേ വേക്കന്റ് ആയിട്ട്, ആ വേക്കന്റ് ആയിട്ടുള്ള ക്യാവിറ്റി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതിന് ചുറ്റും അതിനെ ലൈൻ ചെയ്തുകൊണ്ട് എന്ത് കാണാൻ പറ്റുന്നതേ ഇല്ല? മീസോഡേം ഇല്ല. എന്നാൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ടീച്ചർ, മീസോഡേം കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുണ്ട്. അതെ, ഈ പറയുന്ന ക്യാവിറ്റി എന്തായാലും ലൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ലൈൻ ഇവിടെ പറഞ്ഞത്. പക്ഷെ എന്നാ ഇവിടെ മീസോഡേം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതെങ്ങനെയാ? സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് ഈ ക്യാവിറ്റിക്കകത്ത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? സ്യൂഡോ സീലോമേറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സീലോമേറ്റ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ആനിമൽസ് പൊസസിംഗ് സീലോം, ട്രൂ സീലോം, കൃത്യമായ ബോഡി ക്യാവിറ്റി, ട്രൂ ബോഡി ക്യാവിറ്റി ഉള്ള ആനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ് അനിമൽസ് എന്ന് പറയുന്നത്. സീലോമിനെ ബേസ് ചെയ്ത് നമുക്ക് ആനിമൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എസീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ്, സീലോമേറ്റ് അനിമൽസ് എന്ന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. സർ, ഇനി അടുത്ത ക്രൈറ്റീരിയ ആണ് സെഗ്മെന്റേഷൻ. അപ്പൊ സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ചില ഓർഗാനിസത്തിനെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എനിക്ക് ഓർമ്മ വരുന്നത് എർത്ത് വേമിന്റെ ശരീരം നോക്കിയാൽ കഴിഞ്ഞാൽ കുറെ സെഗ്മെന്റുകൾ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ഇങ്ങനെ ചേർത്ത് പോലെ ഫീൽ ചെയ്യാം അല്ലേ? അപ്പോൾ ചില ഓർഗാനിസംസ് നോക്കുമ്പോൾ എന്ത് കാണാൻ സാധിക്കും? നമുക്ക് ഈ സെഗ്മെന്റ്സ് കാണാൻ പറ്റും അല്ലേ? അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയണേ. ഇൻ സം അനിമൽസ് ദ ബോഡി ഈസ് എക്സ്റ്റേർണലി and internally divided into segments with a serial repetition of at least some organs. Okay. അപ്പോൾ ഇവരുടെ ബോഡിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ? അതായത് ഓരോരോ കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് ബോഡി ഇരിക്കുന്നത്. ഒരു കമ്പാർട്ട്മെന്റ് അടുത്ത അടുത്ത കമ്പാർട്ട്മെന്റ് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇന്റേണലി അല്ലെങ്കിൽ എക്സ്റ്റേണലി എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് ബോഡി ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതാണ് സെഗ്മെന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. For example, in earthworm, sir പറഞ്ഞ എക്സാമ്പിൾ തന്നെ അല്ലേ? In earthworm, the body shows this pattern called metameric segmentation and the phenomenon is known as metamerism.
അതായത് ഈ സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് മെറ്റാമെറിസം. അപ്പൊ ഈ ഓരോ സെഗ്മെന്റുകളെയും നമ്മൾ മെറ്റാമെറിക് സെഗ്മെന്റ്സ് എന്ന് പറയും അല്ലേ? അപ്പൊ ദിസ് ഈസ് കാൾഡ് മെറ്റാമെറിക് സെഗ്മെന്റ്സ്. നമ്മൾ ഈ നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ള ടീച്ചറെ അട്ടയുണ്ടല്ലോ, അട്ടയൊക്കെ നമുക്ക് കഴിഞ്ഞ് ഇങ്ങനെ റിങ് പോലെ ഒരുപാട് സെഗ്മെന്റുകൾ ഇങ്ങനെ ചേർന്നിരിക്കുക. അപ്പൊ അതിൽ ഓരോ സെഗ്മെന്റുകളെയും നമ്മൾ വിളിക്കും മെറ്റാമെറിക് സെഗ്മെന്റ്. അപ്പൊ അങ്ങനെ സെഗ്മെന്റഡ് ആയിട്ട് കാണുന്ന ബോഡി ഉണ്ടെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം എന്ന് പറയുന്നത്. അപ്പൊ സെഗ്മെന്റേഷന് മറ്റൊരു പേര് തന്നെ മെറ്റാമെറിസം. എന്ത് തന്നെയാ ഒരു ക്രൈറ്റീരിയ മെറ്റാമെറിസം ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് അടുത്ത ക്രൈറ്റീരിയ ആണ് സെഗ്മെന്റേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് തോന്നി, കാര്യം ഇതുവരെ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ട് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഈസ് ഡിവിസിബിൾ ഇൻടു കമ്പാർട്ട്മെന്റ്സ് ഇന്റേണലി ഓർ എക്സ്റ്റേണലി, അല്ലെങ്കിൽ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഈസ് കോൾഡ് മെറ്റാമെറിസം ഓർ മെറ്റാമെറിസം എന്ന് പറയുന്നത്. ഓക്കെ ടീച്ചറെ, അപ്പൊ നമ്മള് അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ, നമ്മുടെ ക്ലാസിഫിക്കേഷന്റെ അവസാന ക്രൈറ്റീരിയ, നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ ക്രൈറ്റീരിയ അതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അതായത് സർ, നമ്മൾ എംബ്രിയോ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു ജീവി എംബ്രിയോ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഡോർസൽ സൈഡ് എന്ന് പറയുമ്പോൾ അപ്പർ സൈഡ്, അതായത് നമ്മുടെയൊക്കെ മുതുകിന്റെ ഭാഗം, ആ ഒരു സൈഡിൽ, ഡോർസൽ സൈഡിൽ ഒരു ഇരുമ്പ് ദണ്ടിന്റെ ആകൃതിയിലെ ഒരു സ്ട്രക്ചർ മീസോഡേമിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വരും. ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ മീസോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരും അല്ലേ? അതെവിടെയാ? ഡോർസൽ സൈഡിൽ. അതെ, എംബ്രിയോയ്ക്ക്. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെയാണോ നമ്മൾ ഈ നോട്ടോകോഡ് എന്ന് പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഡെഫിനിഷൻ ഞാൻ ഇങ്ങനെ പറയാം. നോട്ടോകോഡ് ഈസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ ഡോർസൽ സൈഡ് ഓഫ് ആൻ എംബ്രിയോ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം മീസോഡേം. വെരി ഗുഡ്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയാം? നോട്ടോകോഡ് എന്ന് പറയാം. അപ്പൊ ഈ നോട്ടോകോഡിനെ ബേസ് ചെയ്ത് നമുക്ക് ആനിമൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു നോട്ടോകോഡ് ഉള്ളതും ഇല്ലാത്തതും ഒന്നായിരിക്കും അല്ലേ? നോട്ടോകോഡ് ഉള്ളവരും നോട്ടോകോഡ് ഇല്ലാത്തവരും. അപ്പൊ നോട്ടോകോഡ് ഉള്ളവരാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർഡേറ്റുകൾ എന്ന് പറയും. കോർഡേറ്റുകൾ എന്ന് പറയും. ഓക്കെ. നോട്ടോകോഡ് ഇല്ലെങ്കിലോ നോൺ കോഡേറ്റുകൾ എന്ന് പറയും. ഓക്കെ, നേരത്തെ എ വെച്ചിട്ടുള്ള പരിപാടി ഇനി നടക്കത്തില്ല. ഏതാണ് നമ്മുടെ എസ്സിലോമേറ്റും സീലോമേറ്റും പറഞ്ഞതുപോലെ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇവിടെ നോട്ടോകോഡ് ഉള്ള അനിമൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡേറ്റുകൾ എന്ന് പറയും. അതുപോലെ നോട്ടോകോഡ് ഇല്ലാത്ത ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? നോൺ കോഡേറ്റ്സ് എന്ന് വിളിക്കും. ടീച്ചറെ, അപ്പോഴേ നമ്മുടെ ബോഡിയിലൊക്കെ ഇപ്പൊ ഈ നോട്ടോകോഡ് ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ നോട്ടോകോഡ് ഇല്ല. അതിന് പകരമായിട്ട് നമ്മുടെ ബോഡിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വേർട്ടിബ്രൽ കോളമായിട്ടാണ് മാറിയേക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ എല്ലാ സമയത്തും ഇത് വേണമെന്നില്ല. എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്നാലും മതി അല്ലേ? അപ്പൊ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രം നമ്മൾ ഈ നോട്ടോകോഡ് നോക്കിയാൽ മതി. അപ്പൊ നോട്ടോകോഡ് പിന്നീട് ചിലപ്പോൾ എന്ത് ചെയ്യും? ടീച്ചർ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും ഒക്കെ ആയിട്ട് മാറാം. ഇപ്പൊ നമ്മുടെ ബോഡിയിലാണെങ്കിൽ വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറി അല്ലെ, നട്ടെല്ലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറാം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ലൈഫിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ശരീരത്തിന്റെ ഡോർസൽ സൈഡിൽ മീസോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള നോട്ടോകോഡ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡേറ്റ് എന്ന് വിളിക്കും. അതില്ലെങ്കിൽ നോൺ കോഡേറ്റ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. നോട്ടോകോഡ് ഈസ് എ മീസോഡേമിലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഡ്യൂറിംഗ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഇൻ സം ആനിമൽസ്. ഞാൻ പറഞ്ഞ കാര്യമല്ലേ? എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ അവരുടെ ഡോർസൽ സൈഡിൽ റോഡിലേക്ക് മീസോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു സ്ട്രക്ചർ ഫോം ചെയ്തു വരുന്നു. അപ്പോൾ അനിമൽസ് വിത്ത് നോട്ടോകോഡ് ആർ കോൾഡ് കോഡേറ്റ്സ് ആൻഡ് അനിമൽസ് വിച്ച് ഡു നോട്ട് ഹാവ് എ നോട്ടോകോഡ് ഈസ് കോൾഡ് നോൺ കോഡേറ്റ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ സർ, നമ്മൾ ക്രൈറ്റീരിയ എത്ര എണ്ണം പറഞ്ഞു? ഇപ്പോൾ ടോട്ടൽ 6 എണ്ണം പറഞ്ഞു. 6 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ കിങ്ഡം എന്ന് പറയുന്നത് എന്തിന്റെ കൂട്ടമാണെന്നാ പറഞ്ഞത്? ഫൈലത്തിന്റെ കൂട്ടമാണ്. അതായത് ആനിമൽ കിങ്ഡം ആയത്, അനിമൽസിന്റെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഫൈലം എന്ന് പറഞ്ഞത്. പ്ലാന്റ്സ് ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? ഡിവിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആനിമൽ കിങ്ഡം ആയതുകൊണ്ട് നമ്മൾ പറയും ഫൈലങ്ങളുടെ കൂട്ടമാണ് എന്തെന്ന് പറയാ? കിങ്ഡം എന്ന് പറയും. അതെ, അന്ന് പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് സിമിലർ ഫൈലം ഓർ ഡിവിഷൻ ഈസ് കാൾഡ് കിങ്ഡം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ നോക്കി, ആനിമൽ കിങ്ഡം ചാപ്റ്റർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം 11 ഫൈലംസ് ഉണ്ട് സർ. ഓക്കെ, അപ്പൊ പ്ലാന്റ് പോലെ അത്ര നിസ്സാരമല്ല. പ്ലാന്റിനകത്ത് ആകെ 5 ഡിവിഷനേ ഉള്ളായിരുന്നു. കുഞ്ഞന്മാരായിരുന്നു നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ കിങ്ഡം അനിമേലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കിങ്ഡം എന്ന് അറിയപ്പെടുന്നത് അല്ലേ? 11 ഫൈലങ്ങൾ കംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത്. അപ്പൊ 11 ഫൈലങ്ങളും ഈ 6 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 6 കൂടുതലുണ്ട്, പക്ഷേ NCERT പറഞ്ഞിരിക്കുന്ന 6 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടീച്ചർ ഈ 11 ഫൈലങ്ങൾ നമുക്ക് നോക്കാം? ഈ 11 ഫൈലത്തിന്റെ പേര് മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്ക് വിശദമായിട്ട് പഠിക്കാം അതിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫൈലമാണ് ഫൈലം പോരിഫെറ. തൊട്ടടുത്ത ടീച്ചറെ ഫൈലം സീലൻഡറേറ്റ. ഇത് വായിക്കേണ്ടത് സീലൻഡറേറ്റ എന്നാണ്. സീലൻഡറേറ്റ, അതായത് ഇവിടുത്തെ ഈ ഒരു പ്രൊനൗൺസിയേഷൻ സീലൻഡറേറ്റ അല്ലേ? അടുത്തത് ഫൈലം ടിനോഫോറ.
ടീനോഫോറ. അതായത് ഇവിടുത്തെ സി സൈലന്റ് ആണ്. സി സൈലന്റ് ആണ്. അപ്പൊ ടീനോഫോറ എന്ന് വായിക്കണം. ഓക്കെ. അടുത്ത ടീച്ചറെ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ. അടുത്തതാണ് ഫൈലം ആഷ് ഹെൽമിന്തസ്. ഇതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ആഷ് എന്നുള്ളത്. ആഷ് എന്ന് പ്രൊനൗൺസ് ചെയ്യണം. അപ്പൊ ഫൈലം ആഷ് ഹെൽമിന്തസ്. അടുത്ത ടീച്ചറെ ഫൈലം അനിലിഡ. അടുത്തതാണ് ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ അല്ലേ. അപ്പോൾ അടുത്തത് ഫൈലം മൊളസ്ക. അടുത്തതാണ് ഫൈലം എക്കിനോഡെർമേറ്റ. ഓക്കെ, ഇത് എക്കിനോഡെർമേറ്റ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. എക്കിനോഡെർമേറ്റ. ഓക്കെ. അടുത്തത് ഫൈലം ഹെമികോർഡേറ്റ. ലാസ്റ്റിലത്തെ ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റ. അപ്പൊ ഇവർ കോർഡേറ്റ്സ് ആയിരിക്കുമോ? ഫൈലം കോർഡേറ്റ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ നോട്ടോകോഡ് പറഞ്ഞപ്പം നോട്ടോകോഡ് ഉള്ളവരെ കോർഡേറ്റ് എന്നല്ലേ ടീച്ചർ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഫൈലം കോർഡേറ്റ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇവർക്ക് നോട്ടോകോഡ് ഉള്ളവരെ നോട്ടോകോഡ് ഉണ്ട് അല്ലേ. അപ്പൊ ബാക്കിയുള്ളവർക്കില്ലെന്നാണോ അതിന്റെ? അതെ, ബാക്കി എല്ലാവരും നോൺ കോഡേറ്റ്സ് ആണ്. അപ്പൊ ഈ 10 ഫൈലങ്ങളും നോൺ കോഡേറ്റ്സ് ആണ്. ഫൈലം കോർഡേറ്റ് മാത്രമാണ് ആരായിട്ടുള്ളത്? കോർഡേറ്റ് ആയിട്ടാണ്. അതായത് നോട്ടോകോഡ് ഉള്ള ഫൈലം ഏത് മാത്രമേ ഉള്ളൂ? ഫൈലം കോർഡേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ ടീച്ചർ, നമുക്ക് ഒന്നുകൂടെ പേരുകളൊന്ന് വായിച്ചാലോ? ഫൈലം പോരിഫറ, ഫൈലം സിലൻഡറേറ്റ, ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം ആഷ്ഹെൽമിന്തസ്, ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളിസ്ക, ഫൈലം എക്കിനോഡെർമേറ്റ, ഫൈലം ഹെമികോഡേറ്റ ആൻഡ് ഫൈലം കോഡേറ്റ. അങ്ങനെ ടോട്ടൽ 11 ഫൈലംസ് ഉണ്ട്. 11 ഫൈലംസ് ഉണ്ട്. അവരുടെ പ്രൊനൗൺസിയേഷനും കൃത്യമായിട്ട് നമ്മൾ വായിക്കാനും സ്പെല്ലിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഓരോ ഫൈലങ്ങളുടെയും. അത് മാത്രമല്ല, ഇതിന്റെ ഓർഡറും തെറ്റിക്കരുത്. പോരിഫറ മുതൽ കോർഡേറ്റ വരെ പറഞ്ഞ ഈ ഒരു ഓർഡർ ഇതേ രീതിയിൽ തന്നെ പഠിക്കണം. അപ്പൊ ടീച്ചറെ, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡൻസിന് ഇന്ന് ഇതാണ് ഒരു ഹോംവർക്ക്. ഇത് എഴുതിയിട്ട് ഇതേ സീക്വൻസിൽ ഈ സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതി പഠിക്കട്ടെ. അവർ പ്രൊനൗൺസിയേഷനും തെറ്റാതെ വായിക്കുകയും ചെയ്യണം. ഓക്കെ, അത് അവരൊന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടാൽ മതി ഈ ഒരു കാര്യം എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഇന്ന് അവർക്ക് നമുക്ക് ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് കൊടുക്കാം. ഇന്ന് നമുക്ക് ഇവിടെ നിർത്തിയാലോ? അപ്പൊ നമ്മുടെ ക്ലാസ് ഇത് മതിയാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ ക്രൈറ്റീരിയാസ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഫൈലംസും ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ദെൻ താങ്ക് യു. ഹാവ് എ നൈസ് സ്റ്റഡി.